അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് 3 രീതിയിലുള്ള ദോശകളാണ്. 3 വ്യത്യസ്ത രുചികളിലുള്ള ദോശകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ദോശകളാണ്. അതുപോലെ തന്നെ മാവ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബൗളിൽ 3 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പുഴുങ്ങലരി ചേർത്ത് കൊടുക്കുക. പുഴുങ്ങലരി ചേർത്ത് കൊടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടാനാണ്. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അതൊന്ന് കുതിർക്കാൻ വെക്കാം. കുതിരാൻ വെച്ചിട്ട് ഏകദേശം 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഈ വെള്ളം തന്നെ ചേർത്തിട്ട് അരച്ചെടുക്കാം. 3-4 പ്രാവശ്യം ഇട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ആദ്യത്തെ സെക്ഷൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. സാധാരണ ഇത് അരച്ചെടുക്കുന്നത് വെറ്റ് ഗ്രൈൻഡറിലാണ്. ഇങ്ങനെ 3-4 പ്രാവശ്യം അടിച്ചെടുക്കുക. സെയിം വെള്ളം തന്നെ ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക. വെള്ളം കൂടി പോവാതെ നോക്കുക. അടിച്ചെടുത്തതിന് ശേഷം മാവെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യരുത്. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ മാവ് പെട്ടെന്ന് ഫെർമെന്റേഷൻ നടക്കും. മാവ് ഈ കൺസിസ്റ്റൻസിയിലാണ് വരിക. ഇനി നമുക്കത് അടച്ചു വെക്കാം. മാവ് അടച്ചു വെക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കുക. എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കരുത്. ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് അടച്ചു വെക്കുമ്പോൾ പുളിച്ച് പൊങ്ങാനായിട്ട് നല്ലതാണ്. 8 തൊട്ട് 12 മണിക്കൂർ വരെ അടച്ചു വെക്കുക. അപ്പോൾ ഞാനിവിടെ രാത്രി അരച്ചു വെച്ച മാവാണ് രാവിലെ എടുക്കുകയാണ്. മാവ് കണ്ടോ, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മാവ് ഇഡ്ഡലിയും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയാണ്, ഈ കൺസിസ്റ്റൻസിയാണ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. ദോശ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ അടിക്കട്ടിയുള്ള തവ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ നൈസായിട്ട് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കുക. നല്ല റൗണ്ട് ഷേപ്പിൽ വേണം ചുറ്റിച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നല്ലതുപോലെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുകയാണേ. കണ്ടോ, നല്ലതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ദോശ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ലതുപോലെ മൊരിഞ്ഞ് വരണം. കണ്ടിട്ടില്ലേ, കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല നെയ് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി നെയ് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് മുട്ട ദോശയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് ക്യാബേജ്, കുറച്ച് തക്കാളി, കുറച്ച് ക്യാരറ്റ്, കുറച്ച് 2-3 പച്ചമുളക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ദോശയ്ക്കുള്ള മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്.
ദോശയ്ക്കുള്ള മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല നൈസായിട്ട് പരത്തണ്ട, കുറച്ച് തിക്നെസ്സിൽ ചുറ്റിച്ചെടുക്കുക. പരത്തുമ്പോൾ നമ്മൾ സൈഡിൽ ബോർഡർ വെച്ചിട്ട് വേണം ചുറ്റിച്ചെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സൈഡിൽ ഇച്ചിരി ബോർഡർ വെച്ചിട്ട് വേണം ദോശ ഒഴിച്ചു കൊടുക്കാൻ. ഇനി അതിലേക്ക് നമ്മൾ ദോശമാവിൻ്റെ ഉള്ളിൽ മുട്ട മിക്സ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ബട്ടറും ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 3-4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാണേ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മേളിലുള്ള ഭാഗം ഒന്ന് മുരിഞ്ഞ് വരാനായിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, നല്ലതുപോലെ മുട്ടദോശ വന്നിട്ടുണ്ട്. നല്ല ഒരു റെസിപ്പിയാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്, അതുപോലെ തന്നെ മുതിർന്നവർക്കും. അടുത്തതായിട്ട് ഒരു ഓണിയൻ ടൊമാറ്റോ ചട്നി ദോശയാണ്. അതിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത്. അതിനുശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ തക്കാളിയുടെ വെള്ളമാണ് ഉള്ളത്, അത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. കണ്ടോ, 2 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. സാധാരണ ദോശ ഉണ്ടാക്കിയെടുക്കും പോലെ തന്നെ നൈസായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കുക. നെയ് റോസ്റ്റ് പോലെ നല്ലതുപോലെ നൈസായിട്ട് ചുറ്റിച്ചു കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ. അതിനുശേഷം നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചട്നി ദോശയുടെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്നി ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ മൊരിഞ്ഞ് വരണം കേട്ടോ, എങ്കിൽ മാത്രമേ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതേ കണ്ടില്ലേ, മറിച്ചിടയൊന്നും വേണ്ട. നമുക്ക് അതൊന്ന് ജസ്റ്റ് മടക്കിയെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഈ 3 ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.